നമ്മളെല്ലാവരും കടന്നു പോയിട്ടുള്ള ഒരു സ്റ്റേജാണ് സ്റ്റുഡൻറ് ലൈഫ്. ഈ സ്റ്റുഡൻറ് ലൈഫിൽ കടന്നു പോയിട്ടുള്ള മറ്റൊരു സ്റ്റേജാണ് മടി, അല്ലെങ്കിൽ പഠിക്കാൻ തോന്നാത്തത്, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ സബ്ജക്റ്റ് പഠിക്കാൻ ഉള്ള സാഹചര്യം, പഠിക്കാൻ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ഇതൊക്കെ എല്ലാവരുടെയും സ്റ്റുഡൻറ് ലൈഫിൽ ഏതെങ്കിലും ഒരു ടൈമിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളതായിരിക്കും. നെക്സ്റ്റ് ഡേ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സബ്ജക്റ്റിൽ ക്ലാസ് ടെസ്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമുക്ക് ഇല്ലാത്ത മടിയും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സബ്ജക്റ്റ് ഒട്ടും പഠിക്കാൻ തോന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കേ, നെക്സ്റ്റ് ഡേ നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രിപ്പിന് നമ്മൾ പോവാണെന്ന് വിചാരിക്കാം. കോളേജിലെ ബാച്ച്മേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോവാന്ന് വിചാരിക്കാം, ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക്. ആ ഫാമിലിയോട് കൂടെ ആ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്ത് ആ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നതിന്റെ അത് കാരണം നമ്മൾ ചിലപ്പോൾ തലേ ദിവസം വളരെ ലേറ്റ് ആയിട്ട് നൈറ്റ് വരെയും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തും പ്ലാൻ ചെയ്തും ഒക്കെ ഇരിക്കും. പക്ഷെ പഠിക്കുന്ന കാര്യത്തിലോട്ട് എത്തുമ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല. അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. I make videos on life motivation and dentistry. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കണ്ട, സോ ദാറ്റ് യു റിസീവ് ഓൾ ദി നോട്ടിഫിക്കേഷൻസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ദ വീഡിയോ ആൻഡ് കൈൻഡ്ലി ഷെയർ ടു യുവർ സ്റ്റുഡൻസ് ഓർ ടു യുവർ ഫ്രണ്ട്സ് ഇഫ് യു ലൈക്ക് മൈ ടിപ്സ്. ഫസ്റ്റത്തെ ടിപ്പാണ് ലവ് യുവർ കോഴ്സ്. നിങ്ങൾ ഏത് കോഴ്സിനാണ് പഠിക്കുന്നതെങ്കിലും നിങ്ങളുടെ കോഴ്സിനെ നിങ്ങൾ സ്നേഹിക്കുക. കോഴ്സ് ഇഷ്ടപ്പെടാതെ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിലെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഒരിക്കലും ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാൻ സാധിക്കില്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കോഴ്സിലേക്കാണ് നിങ്ങളുടെ ഫാമിലി പ്രഷർ കാരണം നിങ്ങൾ പോയി ചേർന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങളത് അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ ആ കോഴ്സിലേക്ക് സ്റ്റഡീസിലിടുക. അതിനുശേഷവും നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഈ കോഴ്സ് മിക്കവാറും നിങ്ങളുടെ പ്ലാനിൽ പെട്ടതായിരിക്കില്ല. പക്ഷേ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വന്നിരിക്കുന്ന ഈ കോഴ്സിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ത്രൂ ദ ജേർണി ഓഫ് ദ കോഴ്സാണ് ഇൻട്രസ്റ്റ് ഡെവലപ്പായി വരുന്നത്. അത് നമ്മുടെ എഫർട്ട് വഴിയാണ് ഇത് ഡെവലപ്പ് ആവുന്നത്. ഇൻട്രസ്റ്റോട് കൂടി വന്ന് ചേരുകയും പക്ഷേ കോഴ്സിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളിലും ഒരുപാട് പ്രാവശ്യം ഫെയിലായി പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡിസ്കറേജ്ഡ് ആവരുത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഈ കോഴ്സ് ദൈവ പദ്ധതിയാൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കോഴ്സാണ്. അതിനാൽ തന്നെ ഇത് നമുക്ക് വേണ്ടി പറഞ്ഞതല്ല എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മളുടെ ഉള്ളിലേക്ക് വരുത്തരുത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഷുഡ് പുട്ട് ദ മാക്സിമം എഫേർട്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോഴ്സിനെ സ്നേഹിക്കുക. കോഴ്സ് ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഒരിക്കലും അതിലെ സബ്ജക്റ്റുകൾ ഇൻട്രസ്റ്റോടു കൂടി പഠിക്കാൻ സാധിക്കില്ല. കോഴ്സ് ഇഷ്ടപ്പെടുന്നതിൽ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യമാണ്, ഈ കോഴ്സ് വഴി നമ്മൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന ജോലിയിൽ നമ്മൾ എങ്ങനെ പ്രഗത്ഭരാകും. ഇതാണ് നമ്മളുടെ മനസ്സിൽ ആദ്യം ഫോം ചെയ്യേണ്ട ആ ഒരു ഇമേജ്. ഈ ഇമേജ് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഇമേജിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു തുടങ്ങും. സോ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ ടു യുവർ നിയറസ്റ്റ് ലൈബ്രറി. നിങ്ങൾ വീട്ടിൽ സ്റ്റഡി ലീവിൽ വന്നിരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കുക. വീടിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ റൂമിൽ, സ്റ്റഡി റൂമിൽ ഇഫ് യു ഓൺലി ഹാവ് ദ സ്റ്റഡി ടേബിൾ ഇറ്റ്സ് ഫൈൻ. അതുപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ആവാം. പക്ഷേ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് മടിയുള്ളവർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. സോ സെക്കൻഡ് ടിപ്പ് എൻ്റെ പറയാനുള്ളത് ഗോ ടു ദ ലൈബ്രറി. ലൈബ്രറി എന്താണ് ഞാൻ പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ പേര് അവിടെ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ, അവിടെ ഇരുന്ന് ബുക്സ് വായിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിലും ഈ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പായി വരും. നമ്മൾക്കും ബുക്കുകൾ ഇരുന്ന് വായിക്കാനായിട്ട് തോന്നും, പഠിക്കാനായിട്ട് തോന്നും. ബാക്കിയുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ലൈബ്രറിയിൽ പോകുന്ന വഴി നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് ഒച്ചപ്പാടും ബഹളമുള്ള ഒരു ലൈബ്രറി പോയിരുന്ന് പഠിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റീഡിംഗ് ലൈബ്രറി ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലൈബ്രറി ഉണ്ടെങ്കിൽ അവിടെ. ട്രസ്റ്റ് മീ, ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കോൺസെൻട്രേഷനും
കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണെന്ന്. ഈ പോയിന്റ് കേൾക്കുമ്പോൾ മിക്കവർക്കും വരുന്നൊരു ഡൗട്ടാണ് എൻ്റെ മനസ്സിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ ലൈബ്രറിയിൽ പോയിരുന്നു പഠിക്കാൻ. ബിക്കോസ് ആരെങ്കിലും വരും പോകും, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ആരാ വന്നത്, ആരാ പോയത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടുപേര് അവിടെ കമ്പൈൻ സ്റ്റഡി അപ്പുറത്തെ ടേബിളിലിരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ലൈബ്രറിയിൽ പോയിരുന്നു പഠിച്ചാൽ. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് എനിക്ക് വളരെ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് മാത്രമേ പഠിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്തിരുന്നത് വീടായിരുന്നു. പക്ഷേ ഈ മടി, ഈ ഇൻട്രസ്റ്റ് ഇല്ലായ്മ കൂടി വന്നപ്പോഴാണ് ഞാൻ ഈ ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കുന്ന ഒരു കാര്യം ഞാൻ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു ടിപ്പും കൂടെ കരുതിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കുന്നത് പിന്നീട് ഇൻട്രസ്റ്റിംഗ് ആയി മാറിയത്. ഇതെങ്ങനെയാണെന്നല്ലേ? അതാണ് നമ്മുടെ തേർഡ് ടിപ്പ്, വൈറ്റ് നോയ്സ്. വൈറ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റിനുള്ള ഡിസ്ട്രാക്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇയർഫോൺസിൽ എന്തെങ്കിലും പ്ലേ ചെയ്യുന്നത്. അതെന്ത് തരത്തിലുള്ള സൗണ്ട് ആണെങ്കിലും ഇഷ്യൂ ഇല്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫിലിം സോങ്സോ അതോ വളരെയധികം ലൗഡ് ആയിട്ടുള്ള മ്യൂസിക്കോ ഇതിന് സെലക്ട് ചെയ്യരുത്. ലിറിക്സ് ഉള്ള സോങ്സ് സെലക്ട് ചെയ്യരുത്. സ്റ്റഡി മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിലും MP3 മ്യൂസിക് ആയിട്ടും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചിലവർക്ക്, ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് നേച്ചർ സൗണ്ട്സ് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് സ്റ്റഡീസായിട്ട്. അപ്പോൾ റെയിനിൻ്റെ ശബ്ദം അല്ലെങ്കിൽ തണ്ടർ സ്റ്റോമിൻ്റെ ശബ്ദം, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് വിൽ ബി ലൈക്ക് സ്റ്റഡിയിങ് ഇൻ റൂം വെയർ ദ സറൗണ്ടിങ് ഹാസ് റെയിൻ. ആ ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് പഠിക്കുന്ന അതേ ഫീൽ തന്നെയാണ് നമ്മൾ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ പോലും. പക്ഷെ അതേ ടൈമിൽ നമുക്ക് അടുത്തുള്ള ടേബിളുകളിൽ ഇരുന്ന് പഠിക്കുന്ന ആളുകളെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. സോ 2-in-1 എഫക്റ്റ് ആണ് ലൈബ്രറിയിൽ പോയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ വൈറ്റ് നോയ്സ്, അതായത് എൻ്റെ തേർഡ് ടിപ്പ്, ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏതൊരു സാഹചര്യവും അവർക്ക് സ്യൂട്ടബിൾ ആണ്. ഞാനിവിടെ സോളോ ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റ് നോയ്സിനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യമാണ്, വൈറ്റ് നോയ്സ് നമ്മൾ പരമാവധി ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആൻഡ് സ്വിച്ച് ഓഫ് യുവർ വൈഫൈ വെൻ യു ആർ അറ്റ് ദ ലൈബ്രറി ഫോർ സ്റ്റഡീസ്. ഒരിക്കലും വൈഫൈ ഓൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ഓൺ ചെയ്ത് പഠിക്കാൻ പോയി ഇരിക്കരുത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ യൂട്യൂബിൽ നിന്നാണ് ഈ വൈറ്റ് നോയ്സ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ സജസ്റ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് പോയിരുന്ന് കാണാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുവഴി നമ്മൾ വീണ്ടും പഠിക്കുന്നതിനോടുള്ള ഇൻട്രസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഫോണിലേക്ക് ഇൻട്രസ്റ്റ് ആയിപ്പോൾ. സോ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വൈറ്റ് നോയ്സ് നമ്മുടെ ഫോണിലോ മറ്റോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ആ ഡൗൺലോഡഡ് മ്യൂസിക് നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഓഫ് ചെയ്ത് ഇയേഴ്സിൽ പ്ലഗ് ഇൻ ചെയ്ത് കേൾക്കാം പഠിക്കുന്ന ടൈമിൽ. അപ്പം നമുക്ക് ചുറ്റുവട്ടത്തുള്ള സൗണ്ടുകളൊന്നും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കില്ല. പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ ലൈബ്രറിയിലോട്ട് എന്തെങ്കിലും ഭയങ്കര സൗണ്ടിൽ പറഞ്ഞുകൊണ്ട് കയറി വന്നാലും നമ്മളത് പരമാവധി കേൾക്കില്ല. നമ്മളുടെ ഈ വൈറ്റ് നോയ്സ് നമ്മുടെ ഇയേഴ്സിൽ പ്ലഗ്ഡ് ഇൻ ആയതുകൊണ്ട്. അടുത്ത ടിപ്പാണ് സെറ്റ് ഷോർട്ട് ടേം ഗോൾസ്. വേറൊന്നുമല്ല, പഠിക്കുന്ന കാര്യങ്ങൾ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ചങ്ക്സ്, സെക്ഷൻസ് ആയിട്ട് പഠിക്കുക. അല്ലാതെ വലിയ ഒരു ബുക്ക് അങ്ങനെ തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ തീർക്കും എന്ന് പറഞ്ഞല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മളുടെ ഒരു ടോപ്പിക്ക് ബ്രേക്ക് ഓഫ് ചെയ്ത് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആക്കിയിട്ട് ഒരു 1-1.5 hours ഇത്ര സെക്ഷൻ തീർക്കും. അടുത്ത ഒരു ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 1.5 hours അടുത്ത ഇത്രയും സെക്ഷൻ തീർക്കും എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വേണം ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കാനായിട്ട്. സബ്ജക്ട്സ് പഠിക്കുമ്പോൾ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ ഓരോ ടൈം ലിമിറ്റിൽ തീർക്കാൻ സാധിക്കും. അല്ലാതെ 1 hour നമ്മൾ ഒരു 10 chapters തീർക്കും എന്ന് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും തീർക്കാൻ സാധിക്കില്ല, ഉറപ്പുള്ള കാര്യമാണ്. സോ നമ്മളുടെ ബ്രെയിനിന് വളരെ ഹാർഡായിട്ടുള്ള ഒരു ഗോൾ നമ്മുടെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് പഠിക്കാൻ തുടങ്ങുന്നതിലും വളരെ ഈസി ആയിരിക്കും. വളരെ ചെറിയ ചെറിയ പോർഷൻസേ നമുക്ക് പഠിക്കാനുള്ളൂ എന്നുള്ളൊരു തോന്നലിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ സെക്ഷനും ആ 1.5 hours വളരെ നീറ്റായിട്ട് പഠിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കും. ഇതിനോടുകൂടി പറയേണ്ട ടിപ്പാണ് അടുത്തത്, 5th ടിപ്പിലേക്കാണ്. അതാണ് സ്റ്റഡി ട്രീറ്റ്സ്. നമ്മൾ ഈ 1.5 hours സ്റ്റഡീസ് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കണം. വേറെ ഒന്നുമല്ല, എന്തെങ്കിലും ഒരു ചെറിയ റിവാർഡായിരിക്കാം. അങ്ങനെ തന്നെ ഇരുന്ന് ഒരു 1.5 hours കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിച്ചതല്ലേ. ലെറ്റ്സ് ഗിവ് എ ട്രീറ്റ് ലൈക്ക് ഗോ ഫോർ എ വാക്ക്.
ഒരു 5 മിനിറ്റ്സ് വാക്കിന് പോയിട്ട് ഒന്ന് പുറത്ത് നേച്ചറൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ആ 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തിരിച്ചു വന്ന് കയറിയിട്ട് വീണ്ടും വന്ന് അടുത്ത 1.5 hours സെക്ഷന് പഠിക്കാം. ഞാനിവിടെ 1.5 hours ടൈം ലിമിറ്റ് പറഞ്ഞത് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലാക്കാം. പക്ഷേ 1 hour to 1.5 hours വരെ മാക്സിമം ഒരു സെക്ഷനെ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ സമയം നമ്മൾ ഒരേ രീതിയിലിരുന്ന് പഠിക്കരുത്. നമുക്ക് വളരെയധികം മടുപ്പായി പോകും. പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റ് കൂടി ആകുമ്പോൾ നമുക്ക് വളരെയധികം മടുപ്പായി പോകും. 2 hours 3 hours ഒക്കെ കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ. സോ മാക്സിമം പോയാൽ 1.5 hours നമ്മൾ ഫസ്റ്റത്തെ ബ്രേക്ക് എടുത്തിരിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ 6th ടിപ്പിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ 6th ടിപ്പ് എന്ന് പറയുന്നത് യൂസിങ് സ്റ്റേഷനറീസ് കൂടുതലായിട്ട് നമ്മുടെ സ്റ്റഡീസിൽ യൂസ് ചെയ്താൽ നമുക്ക് സ്റ്റഡീസ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാം. ലൈക്ക് highlighters and post-it notes. Don't overdo using highlighters because highlighting everything is like highlighting nothing. നമ്മളുടെ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്ന ആ സെക്ഷനിൽ പോപ്പപ്പ് ചെയ്ത് മനസ്സിലാക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഈ ഹൈലൈറ്റർ വഴി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് കീ പോയിന്റ്സ് നമ്മളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എല്ലാ ഭാഗവും കളർഫുൾ ആയിട്ടിരിക്കും. ഇത്ര തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലേക്ക് വരില്ല. ഹൈലൈറ്റേഴ്സും പോസ്റ്റ്-ഇറ്റ് നോട്ട്സും എങ്ങനെ എഫക്റ്റീവായിട്ട് സ്റ്റഡീസിന് യൂസ് ചെയ്യാമെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിലിൽ പറഞ്ഞുതരാം. നെക്സ്റ്റ് ടിപ്പാണ് സ്റ്റഡിങ് ഇൻ എ ക്ലീൻ ഏരിയ. ഒരുപാട് അലഭ്ര പിടിച്ച ഒരു മുറിയിൽ ഒരിക്കലും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്ട് ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് പഠിക്കാൻ സാധിക്കില്ല. സോ ക്ലീൻ യുവർ സ്റ്റഡി സ്പേസ്. നിങ്ങളുടെ ടേബിൾ ക്ലീൻ ചെയ്ത് നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഒരു ടേബിളിൽ ഇരുന്ന് പഠിക്കുക. എൻ്റെ 8th ടിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി കോഡ്സ് അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിന് ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഡ്രീം വേണം. നമ്മൾ ഈ കരിയർ ഓപ്റ്റ് ചെയ്തത് ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലേ? ആ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക. നമ്മളുടെ ഒരു വിശ്വാസമാണ് അതല്ലേ എല്ലാം. നമ്മുടെ മറ്റേ ജ്വല്ലറി പരിസ്ഥിതി പറയുന്ന പോലെ വിശ്വാസം അതല്ലേ എല്ലാം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അടുത്ത ടിപ്പ്. സോ ബിലീവ് ഇൻ വാട്ട് യു ആർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്ന ഓരോ ഹാർഡ് വർക്കും നാളെ നമുക്ക് പേ ഓഫ് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുക. പലതരത്തിൽ നമുക്ക് നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാം. പലതരത്തിലുള്ള മോട്ടിവേറ്റിംഗ് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. സ്റ്റഡി കോഡ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ കോഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള കോഡ്സ് അവൈലബിൾ ആണ്. ഈ കോഡ്സ് നമ്മൾ ഈ നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ പോസ്റ്റ്-ഇറ്റ് നോട്ട്സിൽ എഴുതിയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ അത് എപ്പോഴും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും, യെസ് വാട്ട് ഐ എം ഡൂയിങ് ഇസ് ഫോർ എ പർപ്പസ് എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് മൈ നെക്സ്റ്റ് ടിപ്പ്. എൻ്റെ അടുത്ത ടിപ്പ് ക്രിയേറ്റിംഗ് നോട്ട്സ് ഉണ്ടാക്കാൻ ഒട്ടുമിക്കവർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കാം എന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുവഴി നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ടോപ്പിക്സിൽ ബേസ് ചെയ്ത് നമുക്ക് നോട്ട്സ് ഉള്ളപ്പോൾ വീണ്ടും ഇത്രയും വലിയ വലിയ ചങ്ക്സ് ഓഫ് ഇൻഫർമേഷൻ പോയിരുന്ന് വായിക്കേണ്ടി വരില്ല. പിന്നീട് നമുക്ക് ഈ നോട്ട്സ് വായിച്ചാൽ തന്നെ നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റിയുള്ള നല്ലൊരു ഐഡിയ കിട്ടും. നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, ടെക്സ്റ്റിൽ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട്സിലേക്ക് എഴുതി വെക്കരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മനസ്സിലായ പോയിന്റുകൾ ഷോർട്ടായിട്ട് നമ്മുടെ ലാംഗ്വേജിൽ എഴുതേണ്ടതാണ് നമ്മുടെ നോട്ട്സ്. അതോടെ നമ്മുടെ ലാസ്റ്റ് ടിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ 10th ടിപ്പാണ് റിഫർ യുവർ സിലബസ് നമുക്ക് ഓരോ സബ്ജക്റ്റിലും ലഭ്യമാണ്. ഏതൊരു കോഴ്സിലും ഏതൊരു സബ്ജക്റ്റിലും നമുക്ക് സിലബസ് അവൈലബിൾ ആണ്. സോ റിഫർ ടു യുവർ സിലബസ് ബിഫോർ സ്റ്റാർട്ടിംഗ് ടു സ്റ്റഡി. ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ആദ്യം ഉണ്ടാക്കിയിട്ട് ആ ടോപ്പിക്സിലേക്ക് കടക്കുക. അല്ലാതെ ഫുൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ മഗപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും എക്സാമിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാർക്സ് അക്യൂർ ചെയ്യാൻ സാധിക്കില്ല. സോ മൈ ലാസ്റ്റ് ടിപ്പ് ഇസ് റിഫർ യുവർ സിലബസ്. അങ്ങനെ നമ്മൾ വീഡിയോയുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അധികം മടുപ്പിക്കാത്ത 10 ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ തന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു റീക്യാപ്പ് പോയാലോ. ഫസ്റ്റ് ടിപ്പായിരുന്നു ലവ് യുവർ കോഴ്സ്. സെക്കൻഡ് ടിപ്പാണ് ഗോ ടു യുവർ ലൈബ്രറി. തേർഡ് ടിപ്പാണ് യൂസിങ് വൈറ്റ് നോയ്സ് വൈൽ സ്റ്റഡിങ്. ഫോർത്ത് ടിപ്പ് ഇസ് സെറ്റിംഗ് ഷോർട്ട് ടേം ഗോൾസ്. ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. ആൻഡ് ടേക്കിംഗ് ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ. കമ്മിങ് ടു ദ ഫിഫ്ത്ത് ടിപ്പ്, സ്റ്റഡി ട്രീറ്റ്സ്. നിങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു റിലാക്സിംഗ് കാര്യം ചെയ്യുക. സിക്സ്ത് ടിപ്പ് ഇസ് യൂസിങ് സ്റ്റേഷനറീസ്.
Highlighters and post-it notes play a very big role. My 7th tip is studying in a clean area. നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന ആ ചുറ്റുപാട് ഒരിത്തിരി ക്ലീൻ ചെയ്തിട്ട് ആ ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലിരുന്ന് പഠിക്കുക. It gives a lot of positive energy. My 8th tip is motivating yourself. നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷനായിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഏതൊരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റും നിങ്ങൾക്ക് ഈസി ആക്കി എടുക്കാം. My 9th tip is creating notes. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ടിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ ലാസ്റ്റ് ടിപ്പ് റിഫർ ടു യുവർ സിലബസ്. സിലബസ് റിഫർ ചെയ്തിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടിയിരുന്ന ഒരു കാര്യം സമ്മറൈസിങ് സെക്ഷനിൽ പറയുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ ഫേസ് ടു ഫേസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും എന്ന് എനിക്കറിയാം. അതിനാൽ തന്നെ ഞാൻ ക്ഷമ ആദ്യമേ ചോദിക്കുന്നു. ചെറുതായിരിക്കുമ്പോൾ മുതലേ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പാട്ടാണേലും ഡാൻസ് ആണേലും എല്ലാത്തിലും. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ സ്റ്റഡീസിൻ്റെയും ലൈഫിൻ്റെയും സ്ട്രെസ്സിൻ്റെ ഇടയിൽ എപ്പോഴോ ഈ ടാലൻസ് എല്ലാം ഞാൻ പിന്നിലോട്ടായി. പിന്നെ ഒരുപാട് സ്റ്റേജ് ഫിയർ ആയി. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മുട്ടുകാല് വിറയ്ക്കാന്ന് പറയില്ലേ, ആ ഒരു സ്റ്റേജായി ഞാൻ. ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് വളരെയധികം ടെൻഷൻ ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ വീഡിയോ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ച ടിപ്സാണ് ഞാൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനോ സ്റ്റുഡൻസിനോ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കണ്ട. എന്നാലേ ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു സബ്ജക്റ്റായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.